6 കോർപ്പറേഷനുകളിൽ കണ്ണൂർ മാത്രമായിരുന്നു 2020 UDF നേടാൻ സാധിച്ചത് എങ്കിൽ ഇപ്പോഴിതാ കൊച്ചി കോർപ്പറേഷന് മുന്നിട്ട് നിൽക്കുന്നു, തൃശ്ശൂരിൽ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൊല്ലത്ത് അടക്കം അട്ടിമറി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമാണുള്ളത്. കണ്ണൂരിലും മേൽക്കൈ തുടരുന്നു. അതേസമയം തിരുവനന്തപുരത്ത് NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ആശ്വാസമാകുന്നത് കോഴിക്കോട് മാത്രമോ എന്നതാണ് എടുത്തു പറയേണ്ടത്. കോഴിക്കോടും ആശ്വാസമായി LDF എന്ന് പറയാറായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. മാത്രമല്ല അവിടെ ഭൂരിപക്ഷം ബുദ്ധിമുട്ടാണ്. 39 സീറ്റുകൾ വേണം, ഇപ്പോഴും 26 ആയിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോടും LDF ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തൃശ്ശൂരിൽ ഇതേപോലെ തന്നെയാണ്. തൃശ്ശൂരിലും കേവല ഭൂരിപക്ഷം കിട്ടുമോ UDF എന്നുള്ള കാര്യവും സംശയമാണ്. പക്ഷേ കൊച്ചിയിലെ വിജയം തിളക്കമാർന്ന വിജയമാണ്. കണ്ണൂരിലും ആ രീതിയിൽ തന്നെ മുന്നേറുവാനായിട്ട് UDF കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ 33-25 എന്നുള്ളത് ജയിച്ച വാർഡുകളുടെ എണ്ണമാണ്. പക്ഷേ 41ലേക്ക് UDF ഉയർന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുന്നുണ്ട്. 30 സീറ്റുകൾ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഭരണം പിടിക്കുവാൻ UDF കഴിയുകയാണ് അല്ലേ? തൃശ്ശൂരിൽ 29 സീറ്റുകൾ മതി ഭരണം പിടിക്കുവാൻ. അതിലേക്ക് UDF വരുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂർ പിടിക്കുവാൻ UDF കഴിയുകയാണ്. LDF കേവലം ഒരു സ്വതന്ത്രന്റെ പിന്തുണയിൽ കഴിഞ്ഞ 5 വർഷവും നിലനിർത്തിക്കൊണ്ടിരുന്ന തൃശ്ശൂരിലാണ് ഈ വലിയ 35ലേക്ക് തിരുവനന്തപുരത്ത് BJP കഴിഞ്ഞ തവണത്തെ സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. 35ലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP എത്തിയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ അവർ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചന വരുന്നു. തൃശ്ശൂരിൽ നോക്കൂ, LDF വൻ തകർച്ച, 13 എന്നുള്ളത് വലിയ തകർച്ചയിലേക്ക് പോകുന്നു. അതോടുകൂടി കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉള്ളത്. കേവലം 2 സീറ്റുകളിൽ മാത്രമാണ് ഏറ്റവും ഒടുവിൽ LDF മുന്നിട്ട് നിൽക്കുന്നത്. MS അനീഷ് കുമാറുണ്ട്. അനീഷ് കുമാർ, 6 കോർപ്പറേഷനുകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആശ്വാസം ഇടതുപക്ഷത്തിന് നൽകുന്നത് പ്രധാനമായും കോഴിക്കോട് മാത്രമാണ്. മറ്റിടത്തൊന്നും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയിലേക്ക് എത്തുമോ എന്നതിൽ ഉറപ്പില്ല. എന്താണിപ്പോൾ കോഴിക്കോട് ഈ നില എന്നത് ഈ ഘട്ടത്തിൽ LDF അതും ഒരു തിരിച്ചടി തന്നെയാണല്ലോ നിലവിലെ പശ്ചാത്തലത്തിൽ. തീർച്ചയായും ഈ കോഴിക്കോട്ടെ എല്ലാ മുന്നണികളുടെ കണക്കുകൂട്ടുകളിലും വിദൂര സാധ്യത പോലും മറ്റുള്ളവർക്കില്ല എന്ന് പ്രവചിക്കപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കോഴിക്കോട് മാറുന്നു. 21-19-10 BJP 10 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. UDF 19 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ LDF 21 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ നഗരഹൃദയത്തിലെ ആഴ്ചവട്ടം പോലെ കുതിരവട്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ പരാജയം വന്നത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. NK പ്രേമജവും ബീന ഫിലിപ്പ് അടക്കമുള്ള മേയർമാർ പ്രതിനിധീകരിച്ചിരിക്കുന്ന പൊറ്റമ്മൽ വാർഡ് UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, അവരുടെ മേയർ സ്ഥാനാർത്ഥിയായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കഴിഞ്ഞ തവണത്തെ ഡെപ്യൂട്ടി മേയറുമായ മുസാഫിർ അഹമ്മദ് തോൽവിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി മേയർ സ്ഥാനാർത്ഥിയായി അവർ അവതരിപ്പിച്ച മുസാഫിർ അഹമ്മദ് തോൽവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവും. ചെറിയ വോട്ടുകളുടെ മാർജിൻ വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരിച്ചടിയായി അല്ലേ? അദ്ദേഹം മറ്റൊരു മേയർ സ്ഥാനാർത്ഥി കോൺഗ്രസ് ഉയർത്തി കാട്ടിയിരുന്ന ആളാണ്. അദ്ദേഹം UDF മൊത്തത്തിൽ മേൽക്കൈ നേടുമ്പോഴും PM നിയാസ് സിറ്റിംഗ് സീറ്റിൽ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ അല്ലെങ്കിൽ കക്ഷി നേതാവായിരുന്ന KC ശോഭിത ജയിച്ചിരുന്ന ഒരു ഷുവർ സീറ്റ് പാറപ്പടി സീറ്റിൽ ആ സീറ്റിൽ അദ്ദേഹം തോറ്റിരിക്കുന്നു. പക്ഷേ മറുവശത്ത് മലാപ്പറമ്പ് വാർഡിലേക്ക് പോയ ശോഭിത ഇപ്പോൾ ലീഡ് ചെയ്യുന്നുമുണ്ട്. എന്തായാലും BJPക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. മറ്റു ചില വാർഡുകളിൽ കൂടി അവർ നേട്ടം പ്രതീക്ഷിക്കുന്നു. എന്തായാലും UDF വലിയ ആശ്വാസകരമാവുന്ന ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അടുത്ത വാർഡുകൾ ഇനിയിപ്പോൾ ബേപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങൾ എണ്ണാൻ കടപ്പുണ്ട്. അവിടെ എത്തുമ്പോൾ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് CPM ഉള്ളത്. പക്ഷേ ഒരു വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന CPM ഇപ്പോൾ കടുത്ത പോരാട്ടം നേരിടേണ്ട അവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. മഞ്ജുഷ്, ഇതാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇപ്പോഴിതാ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ വിജയികളുടെ പേരുകൾ പുറത്തു വരുമ്പോൾ സന്ധ്യ V ആണ് കല്ലുവരമ്പ് വാർഡിൽ വിജയിച്ചിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥിയായിരുന്നു. ഇരിഞ്ചിയത്ത് രവീന്ദ്രൻ S ആണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി കുച്ചർകോട് MS ബിനു ആണ്. LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. പാളയത്തിന് മുകളിൽ CS ശ്രീജ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഉളിയൂരിൽ R മധു ആണ് വിജയിച്ചത്, LDF സ്ഥാനാർത്ഥി. മണക്കോട് സജിത MP LDF സ്ഥാനാർത്ഥി. നെട്ടയത്ത് ചന്ദ്രകുമാർ S UDF സ്ഥാനാർത്ഥി. നഗരിക്കുന്ന് ശ്രീകേഷ് M LDF സ്ഥാനാർത്ഥി എന്നിങ്ങനെ വിജയിച്ചവരുടെ പേരുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും NDA ഇപ്പോൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നതാണ്. അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് NDA എത്തിപ്പെടും എന്ന ഒരു നിരീക്ഷണം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഭരണം പിടിക്കുന്ന തരത്തിലേക്ക് അത് എത്തുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ കോർപ്പറേഷനുകൾ
കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷനുകളാണ് ശ്രദ്ധാകേന്ദ്രങ്ങൾ എങ്കിൽ അതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് ആര് അധികാരത്തിലേറും എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഏറ്റവും അധികം ഡിവിഷനുകൾ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആണ്. 101 ഡിവിഷനുകൾ. പക്ഷേ അവിടെ 100 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 51 ഡിവിഷനുകളിൽ വിജയിക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സാധിക്കും. അവിടെയാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വ്യക്തമായൊരു മേൽക്കൈ ഉണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാനും സാധിക്കാത്ത സാഹചര്യം. കൊച്ചിയിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേയർ സ്ഥാനാർത്ഥികൾ UDFന്റെ മേയർ സ്ഥാനാർത്ഥികൾ ആണ് വിജയിച്ചു കയറിയത്. അവരുടെ പ്രതികരണമടക്കം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അനുകൂല ട്രെൻഡാണ് ഒരുപാട് തവണ പറഞ്ഞു കേട്ട പേരാണ് മേയർ സ്ഥാനത്തേക്കെല്ലാം. അതൊക്കെ ലീഡേഴ്സ് നേതാക്കളെ തീരുമാനിക്കും, പാർട്ടിയാണ്. എന്തായാലും UDFന് വലിയ വിജയ പ്രതീക്ഷയിലാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ലീഡുകൾ മാറിമറിയാം. ഓരോ സീറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സീറ്റിലെ വിജയവും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കാണ് ഓരോ ജില്ലയിലെയും നഗരസഭകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ UDF ജയിച്ചു, ചേർത്തലയിൽ LDF, ഹരിപ്പാട് UDF, മാവേലിക്കരയിൽ UDF എന്നുള്ളതാണ്. കായംകുളത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് മാവേലിക്കരയിലും പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് UDFന് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റ മുന്നണി എന്ന രീതിയിലാണ്. അവിടെ BJPക്ക് 4 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് മാവേലിക്കരയിൽ ഇങ്ങനെ തൂക്ക് രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതേസമയം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും നടക്കുകയാണ്. കേവല ഭൂരിപക്ഷമായ 27ലേക്ക് എത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതേസമയം കോട്ടയം ജില്ലയിൽ ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളിലും വലിയ വിജയം നേടുവാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് അതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിൽ വലിയ മുന്നേറ്റം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ UDF ആണ്, ഏറ്റുമാനൂരിലും കോട്ടയം മുനിസിപ്പാലിറ്റിയിലും വൈക്കത്തും UDFന്റെ മുന്നേറ്റമാണ്. പാലായിൽ UDF കേവല ഭൂരിപക്ഷത്തിലേക്ക് വരും. അതിന് കാരണം സ്വതന്ത്രരുടെ സാന്നിധ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈരാറ്റുപേട്ട ഒഴികെയുള്ള മറ്റ് നഗരസഭകളിലെല്ലാം കോട്ടയം ജില്ലയിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് UDF ആണ് എന്നത് വളരെ വ്യക്തമായ മുന്നേറ്റം മധ്യ കേരളത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. രണ്ടിടത്തും UDF. ഇടുക്കിയിലും കോട്ടയത്തും ഈ മുന്നേറ്റം കാഴ്ചവെക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. അതേസമയം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നഗരസഭയിൽ അങ്കമാലിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൃപ്പൂണിത്തുറയിൽ NDA ആണ്, BJP ആണ്. അതേസമയം മറ്റ് മുനിസിപ്പാലിറ്റികളിൽ UDF ആണ്. ആലുവയിലും ഏലൂരിലും കളമശ്ശേരിയിലും കൊച്ചി കോർപ്പറേഷനിലും കൂത്താട്ടുകുളത്തും കോതമംഗലത്തും മരടിലും മൂവാറ്റുപുഴയിലും വടക്കൻ പറവൂരിലും പെരുമ്പാവൂരിലും പിറവത്തും തൃക്കാക്കരയിലും UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. വലിയ കണക്കാണ് UDFന് സഹായകരമായിട്ട് മുനിസിപ്പാലിറ്റികളിൽ ഉള്ളത് എന്നതാണ്. തൃശ്ശൂർ ജില്ലയിലും LDFന് UDFിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് വന്നിരിക്കുന്നത്. ചാലക്കുടിയിൽ UDFനാണ് മുന്നേറ്റം. ചാവക്കാടും ഗുരുവായൂരും നിലനിർത്താൻ LDFന് കഴിയുന്നു. ഇരിങ്ങാലക്കുടയിൽ UDF ആണ്. കൊടുങ്ങല്ലൂരിലും കുന്നംകുളത്തും LDF ആണ്. തൃശൂർ കോർപ്പറേഷനിൽ UDFന്റെ മുന്നേറ്റം. വടക്കാഞ്ചേരിയിൽ LDFന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തൃശൂർ ജില്ലയിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് LDFനാണ്. അതായത് ഇത് UDFന്റെ തേരോട്ടം തന്നെ മുനിസിപ്പാലിറ്റികളിൽ ഉണ്ടായത്.